കെ എൻ ബാലഗോപാൽ വീട്ടിൽ നിന്നിറങ്ങി നിയമസഭയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അല്പനിമിഷത്തിന് മുമ്പാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അദ്ദേഹം ജെറ്റ് ബാഗുമായിട്ട് ഈ മാന്ത്രിക പെട്ടിയിൽ എന്തൊക്കെയാണ് എന്നുള്ള കൗതുകം തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ടാകും. കാരണം അത്ര വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന സർക്കാർ കടന്നു പോവുകയാണ്. വാഹനത്തിൽ നിയമസഭയിലേക്കുള്ള യാത്ര അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭാര്യാസമേതനായിട്ടാണ് ബാലഗോപാലിൻ്റെ യാത്ര. കൂടെ ഇരിക്കുന്ന ഭാര്യയ്ക്കും തൃപ്തിയാകുന്ന രീതിയിലൊരു ബജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നറിയാൻ കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഷബീർ റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. ഷബീർ, വിശദാംശങ്ങൾ. അങ്ങനെ കേരളം അടുത്ത വർഷം എങ്ങനെ നീങ്ങണം എന്നുള്ള സമഗ്രമായിട്ടുള്ള മാർഗരേഖയുള്ള സംസ്ഥാനത്തിന്റെ ബജറ്റുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചത് സംസ്ഥാനത്തെ കേന്ദ്രം ഞെരിച്ചു, സാമ്പത്തികമായി ഞെരിച്ചു. പക്ഷേ ആ സ്ഥിതിയടക്കം മാറ്റി, അതിലടക്കം മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ നമുക്ക് വെക്കാം. ഒരു തരത്തിലുള്ള ഭാരവുമില്ലാതെ ജനങ്ങൾക്ക് ബജറ്റ് കാണാം എന്നൊക്കെ ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേമ പെൻഷനിലെ വർധനവ്, അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് കേരളത്തിന് എന്നുള്ളത് നമുക്കറിയാം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഖജനാവ് കാലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചത് പോയിട്ട് കിട്ടേണ്ടത് പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ്. അത് കിട്ടിയില്ല. കേരളത്തിന്റെ തുടർന്നുള്ള വികസനം, കേരളത്തിന്റെ പുനരധിവാസം, അതായത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്കും നമ്മൾ കാര്യമായി പ്രതീക്ഷിച്ചു. എന്നാൽ അതിലൊന്നും കിട്ടിയിട്ടില്ല. അതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും, എന്തായിരിക്കും ഉണ്ടാവുക, പുതുതലമുറയെ ആകർഷിക്കാൻ എന്തൊക്കെ ബജറ്റിൽ ഉൾപ്പെടുത്തും തുടങ്ങി നിരവധി കാര്യങ്ങൾ അത് ഈ ബജറ്റിലെ ആകാംക്ഷയാണ്. ഇപ്പോൾ ഏതാണ്ട് നന്തംകോട് പിന്നിട്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് നിയമസഭയിലേക്ക് എത്താൻ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടാണ് നിയമസഭയിലേക്ക് പോകുന്നത്. പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഇറങ്ങിയപ്പോഴല്ല മാധ്യമങ്ങളെ കണ്ടത്. പകരം അദ്ദേഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ കാര്യം അറിയിച്ചു. ഫേസ്ബുക്കിലും ശുഭസൂചകം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രാക്ടിക്കൽ മണി മാനേജ്മെന്റിന്റെ മനുഷ്യനാണ് കെ എൻ ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബജറ്റുകളിലൊന്നും ക്ഷേമ പെൻഷൻ കൂട്ടാത്തത് എന്തേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തിന്റെ നടുപൊടിക്കുന്ന, നട്ടെല്ലൊടിക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ ആ രീതിയിൽ എടുക്കണോ എന്നുള്ള മറുചോദ്യം ഉന്നയിക്കുകയാണ് ധനമന്ത്രി ചെയ്ത. കേന്ദ്രം കേരളത്തെ വരിഞ്ഞുമുറുക്കുകയാണെങ്കിൽ തങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്ന് എല്ലാ വിവാദഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പെട്ടിയിൽ ചില മാജിക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആ മാജിക്കുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാജിക്കാണെന്ന് സ്കേൻ. അക്കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ 100 രൂപ മുതൽ 200 രൂപ വരെ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കാം. 2500 എന്നുള്ള LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം അത് പാലിക്കപ്പെടണമെങ്കിൽ അടുത്ത വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അത്രയൊന്നുമില്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒന്ന് കൂട്ടാതെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത്രത്തോളം നിർണായകമായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റെ. ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് സ്കേൻ നമുക്ക് നോക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ സെസ് വരുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇന്ധന സെസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഒരു പക്ഷേ മോട്ടോർ വാഹന സെസ്സിന് സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത് ഭൂനികുതിയിൽ സെസ് ഏർപ്പെടുത്തുമോ, അങ്ങനെയൊക്കെയുള്ള ചില ആലോചനകൾ ധനവകുപ്പിന്റെ ചിന്തയിലുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ധനമന്ത്രിയുടെ ബജറ്റുമായിട്ടുള്ള യാത്ര അതിങ്ങനെ നിയമസഭയിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് PMG എത്താറായി. ഇനി മിനിറ്റുകൾ മാത്രം നിയമസഭയ്ക്കുള്ളിലേക്ക് ധനമന്ത്രി കടക്കും. കുടിശ്ശികയടക്കം സംസ്ഥാനത്തിന് തലവേദനയാകുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ചൂണ്ടിക്കാണിക്കാനുള്ളത് 6 ഗഡുക്കളായി 19% ക്ഷാമബത്ത കുടിശ്ശികയായത് ചരിത്രത്തിൽ ആദ്യമെന്ന് സർക്കാർ ജീവനക്കാർ പറയുന്നു. സർക്കാരിനെ സംബന്ധിച്ച, LDFനെ സംബന്ധിച്ച ഈ സർക്കാർ ജീവനക്കാരെ പരിഗണിക്കുക അത്യന്താപേക്ഷിതമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാർ ഇപ്പോൾ നിയമസഭാ കവാടത്തിന് മുൻപിലേക്ക് ധനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നു. ബജറ്റിൽ അല്പസമയത്തിനുള്ളിൽ കെ എൻ ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിക്കും. ബജറ്റിൽ എന്ത്, പെട്ടിയിൽ എന്ത് എന്നുള്ള ചോദ്യം അതൊരാകാംക്ഷയായി നിലക്കുന്നുണ്ട്.